ത്തിൽ ഗോപിക ഒരു ഗീതം കഴിഞ്ഞ് കൃഷ്ണൻ രുക്മിണി ദേവിയിലേക്ക് ഇനി കടക്കാൻ പോകുന്ന അതിനിടയ്ക്കുള്ള ഒരു ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ട് പോവാം. എന്നിട്ട് രുക്മിണി സ്വയംവരത്തിലേക്ക് കടക്കാം. യശോദാദേവിക്കും മറ്റും ഉദ്ധവർ ഉപദേശം കൊടുക്കുമ്പോൾ പറയുന്നൊരു കാര്യം, മാഗിദ്യത, കരഞ്ഞ് ജീവിതം തീർക്കരുത്. ദൃഷ്ടത കൃഷ്ണ മന്തികെ, കൃഷ്ണനെ അകത്ത് കൂടെ കാണണം എന്നാണ്. കൃഷ്ണനുണ്ട് കൂടെ, പക്ഷെ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ പുറത്താണ് കൃഷ്ണനെ കാണുന്നത്, അകത്ത് കാണോ. അതിനെ കാണണമെങ്കിൽ നിങ്ങൾ നാമജപാദികളൊക്കെ കൊണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഉദ്ധവർക്ക് ഗോപികമാരെയാണ് കാണുന്നത്. ഗോപികമാരെയൊക്കെ കാര്യത്തിൽ ഉദ്ധവർക്കൊരു ധാരണ ഉണ്ടായിരുന്നത് ഗോപികമാരൊക്കെ മാനസികത വളരെ ദുർബലരാണെന്നാണ്. പക്ഷെ ആ ഗോപികമാരെ കണ്ടപ്പോഴാണ് ഉദ്ധവർക്ക് മനസ്സിലായത്, കുടുംബജീവിതത്തിന്റെ പ്രാരബ്ധങ്ങളൊന്നും അലട്ടാൻ അനുവദിക്കാതെ ഹൃദയത്തിൽ എപ്പോഴും കൃഷ്ണഭക്തിയിൽ നിറഞ്ഞുകൊണ്ട്, ഉറപ്പിച്ചുകൊണ്ട്, അതിൽ ആസ്വദിച്ചുകൊണ്ട്, മുഴുകിക്കൊണ്ട് ധന്യരായി ജീവിക്കുന്ന ഗോപികമാരുടെ ഹൃദയം അത്രയും കൃഷ്ണനിൽ അർപ്പിതമാണ്. അത് നമ്മളൊക്കെ ഇപ്പൊ കൃഷ്ണഭക്തി എന്നൊക്കെ പറയുന്നത് കുറെയൊക്കെ നമ്മളാ തൊഴുതു പോകുന്ന ഭക്തിയാണ്. എന്നാൽ ഗോപികമാർക്ക് കൃഷ്ണനെ തൊഴുതു പോകുന്ന ഭക്തിയല്ല. ഇപ്പൊ കൃഷ്ണൻ മധുരയിലാണ്, വൃന്ദാവനത്തിൽ നിന്നൊക്കെ പോയി. എന്നിട്ടും നാമത്തിലൂടെ, നാമസ്മരണയിലൂടെ ഗോപികമാര് കൃഷ്ണനിൽ മനസ്സർപ്പിച്ചു. അതല്ലേ നമ്മൾ ഗോപികമാരുടെ ഭക്തിയിൽ കാണുന്നത്. ഗോപികമാര് പാടിയ പാട്ടാണ് ഗോവിന്ദദാമോ തരമാധവിത്തി, ഗോവിന്ദദാമോ തരമാധവേദി, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ഇപ്രകാരം ഗോവിന്ദ ദാമോദര മാധവീതി എന്ന് പാടിക്കൊണ്ട് ദിവസം തുടങ്ങുന്ന, ദിവസം മുഴുവൻ ആ നാമല ജൈവത്തിലൂടെ കൊണ്ടു നടക്കുന്ന ഗോപികമാരൻ. അതാണ് ഉദ്ധവരെ അത്ഭുതപ്പെടുത്തിയത്. ഉദ്ധവരെ ആ ഭക്തി കണ്ടിട്ട്, ഗോപികമാരുടെ ഭക്തി കണ്ടിട്ട് ആ മണ്ണ് കുറച്ചെടുത്ത് തൻ്റെ ശിരസിലിട്ടുകൊണ്ട് പറയാണ്, വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാതരേണുമഭീഷ്ണശാം യാസാം ഹരിഗതോഗീതം പുനാദി ഭുവനത്രയം. ഗോപികമാരുടെ ഈ ഭക്തി കൊണ്ട്, ഹൃദയം നിറഞ്ഞ ഭക്തി കൊണ്ട്, ധന്യമായ ഈ ഭൂമിയിലെ അല്പം മണ്ണെങ്കിലും എൻ്റെ ശിരസിലിട്ട് എനിക്കും ആ ഭക്തിയുടെ ഒരു അംശം ഉണ്ടാവാൻ ഈ മണ്ണെങ്കിലും എന്നെ അനുഗ്രഹിക്കട്ടെ. അങ്ങോട്ട് കൗൺസിൽ ചെയ്യാൻ പോയ ഉദ്ധവർക്ക് മനസ്സിലായി, താൻ ഗോപികമാരുടെ ഭക്തിയുടെ ഒരു 7 അയലത്ത് പോലും എത്തിയിട്ടില്ല. കൃഷ്ണന്റെ അടുത്ത് നിന്നാ പോണത്, അത്ര ഗോപികമാരുടെ ഭക്തി. എന്നിട്ട് ഉദ്ധവര് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. കൃഷ്ണന്റെ അടുത്ത് നിന്നാണ് പോകുന്നത്. ഉദ്ധവര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ അറിയോ? ആസാമഹോ ചരണരേണുജുഷാമഹംസ്യൽ വൃന്ദാവനേ കിമപി ഉൽമലദൗഷധീനം യാദുസ്ത്യജം സ്വജനമാര്യപദം ചയിത്വാ ബേജുർമുകുന്ദപദവിം ശുതുഭിർവിമുഖ്യൽ. 47-ാം അധ്യായത്തിലെ വരികളാണ് ഞാൻ ചൊല്ലുന്നത്. ഇവിടെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് 61-ാം ശ്ലോകം. ഗോപികമാര് പറയുന്നു, ഉദ്ധവര് പറയുന്നു, ഈ ഗോപികമാരുടെ ഭക്തി കൊണ്ട് നിറഞ്ഞ ഹൃദയം, അവരുടെ പാദരേണുക്കൾ അണിഞ്ഞ ഈ മണ്ണിൽ ഒരു പുല്ലായി ജനിച്ച അടുത്തൊരു ജന്മം വരാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നതാണ്. കാരണം ഇത്രയും ഭക്തി കൊണ്ട് ഹൃദയം നിറഞ്ഞ ഒരു സമൂഹത്തിൽ, ലോകത്തിൽ എവിടെയും കാണില്ല. അതിലൊരു പുല്ലായി ജനിക്കാൻ സാധിച്ചാൽ എൻ്റെ ജന്മം സുഹൃതമായി. നിങ്ങൾ നോക്കൂ, ആസാമഹോ ശരണരേണു ജുഷംഹംസ്യൽ വൃന്ദാവനേ കിമപി ഗുൽമലദൗഷധീനം യാദുസ്ത്യജം സ്വജനമാര്യപദം ചഹിത്വാ ബേജുർമുകുന്ദപദവിം
ഷുതുമിർമിക്കൽ. എല്ലാവരും കഷ്ടപ്പെടുന്നത് ആ ഭക്തിയിലേക്ക് എത്താനാണ്. പക്ഷെ അതിലേക്ക് എളുപ്പമെത്തിയ ഈ ഗോപികമാരുടെ സുഹൃത ഭൂമിയില്, ധന്യഭൂമിയില് ഒരു പുല്ലായി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതാണ് ശരിക്കുള്ളൊരു ഭക്തി. അവർ കൃഷ്ണനിൽ നിന്ന് അകന്നിട്ടാണ് ജീവിക്കുന്നത്, പക്ഷെ അവരുടെ ഹൃദയം കൃഷ്ണനിൽ അർപ്പിതമാണ്. എങ്ങനെയാണ് അർപ്പിച്ചത്? നാമത്തിലൂടെ അല്ലാതെ വേറെ ഏതാ വഴിയുള്ളത്? അപ്പൊ നമുക്ക് കാണിച്ചു തരികയാണ്, കൃഷ്ണനെ ഫിസിക്കലി കാണുന്നില്ലെങ്കിലും മെന്റലി അവർ കൃഷ്ണനാകുന്ന പരമാത്മാവിനോട് കൂടെ ജീവിച്ച സുഹൃതികളാണ്. അതാണ് ഏറ്റവും പ്രയാസവും. അത് സാധിച്ച ധന്യകളായിരുന്നു ആര്? ഗോപികമാർ. അതുകൊണ്ടാണ് ഭക്തിയുടെ മണ്ണാണ് ഗോപികമാരുടെ വൃന്ദാവനം. കൃഷ്ണൻ ഉള്ളത് കൊണ്ടല്ല ഒരു സ്ഥലം പവിത്രമാവുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ കൃഷ്ണനെയാണ് പലപ്പോഴും ഫോക്കസ് ചെയ്യുക. കൃഷ്ണൻ ഉള്ളത് കൊണ്ടല്ല ഒരു സ്ഥലം പവിത്രമാവുന്നത്. അങ്ങനെയാണെങ്കിൽ ദ്വാരകയാണ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭൂമിയാവുന്നത്. ഏറ്റവും കൂടുതൽ കൃഷ്ണൻ ജീവിച്ചത് ദ്വാരകയിലാണ്. ഏറ്റവും കൂടുതൽ ജീവിച്ചത് കൃഷ്ണൻ ദ്വാരകയിലാണല്ലോ. ഡൽഹിയിൽ കൃഷ്ണൻ കുറെ കാലം ജീവിച്ചിട്ടുണ്ട്. എന്നാൽ ഡൽഹിയിൽ നിന്ന് എവിടെ കിടക്കുന്നത്? ഏത് തലത്തിലാണ്? നിങ്ങൾ നോക്കൂ, ദ്വാരകയിൽ എന്ത് ഭക്തിയുണ്ട്, പോയി നോക്കൂ നിങ്ങൾ. എന്നാൽ വെറും 14 വർഷം ജീവിച്ച വൃന്ദാവനത്തിൽ കൃഷ്ണൻ എങ്ങനെ ഇത്രയും ഗംഭീരനായത്? അതാ ഗോപികമാരുടെ ഭക്തി കൊണ്ടാണ്. അപ്പൊ ഭക്തരുടെ ഭക്തി കൊണ്ടാണ് ഈശ്വരൻ പോലും പ്രകാശിക്കുന്നത് എന്നാണ്. ഗുരുവായൂരിൽ എന്താണ് ഇത്രയും ഗുരുവായൂരപ്പന് പ്രാധാന്യം? കാരണം അത്രയും വലിയ ഭക്തന്മാർ ഇവിടെ ഇരുന്ന് തപസ് ചെയ്ത് അവർ ഈ പവിത്ര ഭൂമിയെ ധന്യമാക്കിയിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ, കൃഷ്ണനും ഭക്തിയും കൂടെ ചേർന്ന് വരുമ്പോൾ ആ സ്ഥലം പവിത്രമായി. അപ്പൊ നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ട സന്ദേശം ഇതാണ്. മനസ്സിനെ ഗോപികമാരുടെ ഭക്തി പോലെ നിറഞ്ഞ ഭക്തിയുള്ള ഹൃദയമാക്കി മാറ്റണം. മനസ്സിലായില്ലേ? അതിലേക്കാണ് നമ്മൾ ഒരു പടി ഉയർന്നു വരേണ്ടത്. ഇങ്ങനെ ഈ കഥ പറഞ്ഞതിന് ശേഷം പിന്നീട് ഭഗവാൻ ദ്വാരകയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും ധാരാളം, അതിനു മുമ്പ് മധുരയിൽ വെച്ച് ധാരാളം യുദ്ധം ഉണ്ടാവുന്നതും, അവിടെ വെച്ചിട്ടാണ് ഭഗവാന് ജരാസന്ധനോടൊക്കെ ഇടയ്ക്കൊന്ന് മാറി നിൽക്കേണ്ടി വന്നത്. അങ്ങനെ 17ാമത്തെ തവണ ജരാസന്ധനിൽ നിന്നും ഓടിയ കൃഷ്ണൻ മുചുകുന്ദനെ അനുഗ്രഹിച്ചുകൊണ്ട് പിന്നീട് ഭഗവാൻ ദ്വാരകയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും, ദ്വാരകയിൽ താമസിക്കുന്ന കാലത്താണ് കൃഷ്ണന്റെ വിവാഹം നടന്നതെന്ന കഥ പറഞ്ഞ് നമ്മൾ നേരെ അതിലേക്ക് കടക്കുകയാണ്. കൃഷ്ണനും രുക്മിണി ദേവിയും തമ്മിലുള്ള രുക്മിണി സ്വയംവരം ഭാഗം. പണ്ട് വിദർഭ എന്ന് പറയുന്ന രാജ്യത്ത് വിദർഭാധിപതിയായ ഭീഷ്മക രാജാവിന് 6 മക്കളുണ്ടായിരുന്നു. അതിൽ 5 ആൺകുട്ടികളാണ്, ഒരാൾ പെൺകുട്ടിയാണ്. ഈ ആൺകുട്ടികളുടെ പേരും പറയുന്നുണ്ട്. രുക്മരഥൻ, രുക്മമാലി, രുക്മകേശി, രുക്മബാഹു. ഒരേ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേരായിരുന്നു രുക്മിണി. എന്താ പേര്? രുക്മിണി. ഒരൊറ്റ മകളേ ഉള്ളൂ. അപ്പൊ കൊച്ചുനാള് തന്നെ കുട്ടികൾക്ക് ഒരു ആത്മീയ സംസ്കാരം ഉണ്ടാവാൻ വേണ്ടി ഒരു ബ്രാഹ്മണൻ കൊട്ടാരത്തിൽ വന്ന് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്, പല പല കാര്യങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ ഈ ബ്രാഹ്മണൻ കൃഷ്ണന്റെ ധീര കൃത്യ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് കേട്ട് രുക്മിണി ദേവി മനസ്സിൽ കൃഷ്ണനോട് ആരാധന വന്നു, ഒരു പ്രണയം വന്നു, ഇഷ്ടം വന്നു. അങ്ങനെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, വിവാഹം കഴിക്കുകയാണെങ്കിൽ ആരെ കഴിക്കണം? കൃഷ്ണനെ ഉള്ളിൽ മനസ്സുകൊണ്ട് തന്നെ കല്യാണം കഴിക്കണം. അങ്ങനെ ആ അനുരാഗം വളർന്നു വരികയാണ്. രുക്മിണി ദേവിക്ക് വിവാഹപ്രായമായി. വിദർഭാധിപതിയായ രാജാവ് രാജ്ഞിയോട് ചോദിച്ചു, അല്ല, മകളുടെ കല്യാണം നടത്തണ്ടേ, വേണം. അന്നൊക്കെ സ്വയംവരാണ്. ആരൊക്കെയാണ് ക്ഷണിക്കേണ്ടത്? അപ്പൊ ഇത് കേട്ടപ്പോ പത്നി പറഞ്ഞു, കൃഷ്ണന്റെ പേര് പറയുമ്പോൾ രുക്മിണിക്കൊരു ഇത്തിരി മനസ്സിലൊരു ലജ്ജയൊക്കെ കാണുന്നുണ്ട് എന്ന്. അപ്പം കൃഷ്ണനോട് താല്പര്യമുണ്ടല്ലേ? ഇത് കേട്ടപ്പോ കൃഷ്ണന് കല്യാണം കഴിച്ചു കൊടുക്കാം എന്നൊരു ധാരണ അവരുടെ ഉണ്ടായതും കയറി വന്നു രുക്മി എന്ന് പറയുന്ന സഹോദരൻ.
രുക്മി ഇത് കേട്ടതും ഞെട്ടി തരിച്ച് ഉറക്ക ഉച്ചത്തിൽ അലറി, ഞാൻ ജീവനോടുകൂടി ഇരിക്കുകയാണെങ്കിൽ കൃഷ്ണനെ ഈ വീട്ടിലേക്ക്, കൊട്ടാരത്തിലേക്ക് കയറ്റില്ല. കൃഷ്ണൻ എന്ത് യോഗ്യതയുണ്ട് എന്റെ സഹോദരിയെ കെട്ടാൻ? അലറിയങ്ങോട്ട്. കൃഷ്ണൻ എന്ത് യോഗ്യതയുണ്ട്? കൃഷ്ണന്റെ ജീവിതം നിങ്ങൾക്ക് അറിയാലോ. എണ്ണ കെട്ടു, പാല് കെട്ടു, കുളിക്കാൻ പോയ പെണ്ണുങ്ങളെ തുണിയും കെട്ടു, അവസാനം അമ്മാവനെ നെഞ്ചത്തിടിച്ച് കൊന്നു. പോരാത്തതിന് പെണ്ണുങ്ങളായിട്ട് കൂടെ രാത്രിയിൽ ഡാൻസും. ഇങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് ഞാൻ എൻ്റെ സഹോദരിയെ കൊടുക്കില്ല. അതുകൊണ്ട് കൃഷ്ണനും രുക്മിണീ ദേവിയും തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കില്ല. അച്ഛൻ നടത്താൻ ശ്രമിച്ചാൽ അച്ഛനെ പിടിച്ച് കാരാഗ്രഹത്തിലിടും. അപ്പൊ അച്ഛൻ മിണ്ടിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് ചിലത് മിണ്ടിക്കഴിഞ്ഞാൽ അകത്താവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് പേടിച്ചിട്ട് അച്ഛൻ ഈ മിണ്ടാതിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ ചോദിച്ചു, അപ്പൊ ആർക്കാണ് രുക്മിണി കൊടുക്കുക എന്ന്? എന്റെ സുഹൃത്തിനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും. ഓ, ആരാവോ നിന്റെ സുഹൃത്ത്? ശിശുപാലൻ. അങ്ങനെ ശിശുപാലന് കൊടുക്കാം. അങ്ങോട്ടൊരു തീരുമാനം ഒറ്റയ്ക്ക് രുക്മി തീരുമാനിച്ചു. രുക്മിണിയും ശിശുപാലനും തമ്മിലുള്ള കല്യാണത്തിന്റെ കത്ത് പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. എല്ലാ രാജാക്കന്മാരെയും നാട്ടുരാജാക്കന്മാരെയും ക്ഷണിച്ചു. രുക്മിണി ആരെ കല്യാണം കഴിക്കുക? ശിശുപാലന്. ആരെ കല്യാണം കഴിക്കുക? ശിശുപാലന്. രുക്മിണി ദേവിയെ ഒരു കാരാഗ്രഹം പോലെ മുറിയിലാക്കി. വീട്ടിൽ തന്നെ, കൊട്ടാരത്തിൽ തന്നെ. എന്നാൽ ഒരു പുറത്തിറങ്ങാനൊന്നും സ്വാതന്ത്ര്യമില്ല. കാരണം രാത്രിക്ക് ഓടിപ്പോയാലോ, അന്നുകൊണ്ട് ഈ ഒളിച്ചോട്ടും മതിലിയാട്ടും ഒക്കെ. അപ്പൊ അതിനൊരിടം വരുത്താത്ത വിധത്തിൽ പാറാവുകാരെയൊക്കെ വെച്ച് രുക്മിണി ദേവി ഒരിക്കലും അങ്ങനെ കൃഷ്ണന്റെ കൂടെ ഒളിച്ചോടി പോവില്ല, ഗേറ്റ് കടന്നു പോവില്ല എന്നൊക്കെ ഉറപ്പുവരുത്തി. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയിട്ട് നടക്കണു. ഒരു വശത്ത് കൊട്ടാരത്തിൽ അതിനുള്ള സദ്യവട്ടങ്ങള്, ദാനധർമാദികള്, ഹോമങ്ങള്, പൂജകള്, പലതും അങ്ങനെ ആഘോഷങ്ങൾ നടക്കുകയാണ്. ഉത്സവം. ഇനിയിപ്പം ഗുരുവായൂരമ്പലത്തിൽ ഉത്സവം വരാൻ പോവാണ്. ഇവിടെ അതുപോലെ ഗംഭീര ആഘോഷങ്ങൾ നടക്കുകയാണ്. രുക്മിണി ദേവിയെ മാത്രം പുറത്തേക്കൊന്നും പോവാൻ അനുവദിക്കുന്നില്ല. കാരണം പേടിയുണ്ട് കുറച്ച്. രുക്മിണി ദേവി ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം അറിയില്ല. എന്താണ് ഇതിനൊരു പോംവഴി അറിയില്ല. അങ്ങനെ ഇരിക്കെ കല്യാണത്തിന്റെ ഒരു ദിവസം മുമ്പ്, സാധാരണ പണ്ട് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത ബ്രാഹ്മണൻ അന്ന് അവിടെ കയറി വരികയാണ്. ബ്രാഹ്മണനായതുകൊണ്ട് ആരും തടുത്തില്ല. കാരണം ഗുരുതുല്യനാണ്, മഹാത്മാവാണ്. എന്ന് മാത്രമല്ല ദേവിയെ അനുഗ്രഹിക്കാനായിരിക്കും എന്ന രീതിയിൽ അവരകത്തേക്ക് വിട്ടു. രുക്മിണി ദേവി കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. അവിടെ നല്ല എന്നെ കൃഷ്ണനിലേക്ക് എത്തിച്ചത്, അവിടെ നല്ല എന്നെ കൃഷ്ണനോട് ചേർത്ത് വെച്ചത്, അവിടെ നല്ല എൻ്റെ ഹൃദയത്തിൽ കൃഷ്ണന്റെ ഭക്തി കൊണ്ടുവന്നത്, അവിടെ നല്ല എനിക്ക് കൃഷ്ണനെ തന്നത്, എന്നിട്ട് ഇപ്പൊ അങ്ങ് കൈവിടരുത് എന്നൊക്കെ. ബ്രാഹ്മണൻ ചോദിച്ചു, ദേവി ഞാൻ എന്ത് ചെയ്യാനാണ്? രുക്മി എന്ന് പറയുന്ന സഹോദരൻ കാര്യങ്ങളൊക്കെ നിയന്ത്രണത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഇല ഇളകിയാൽ പോലും രുക്മി അറിയും. അത്രയും പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അച്ഛൻ പോലും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ദേവിക്ക് അറിയാലോ. ദേവി പറഞ്ഞു, അങ്ങ് വിചാരിച്ചാൽ എന്നെ കൃഷ്ണനിലേക്ക് എത്തിക്കാമെന്ന്. ഈ ടൈറ്റ് സെക്യൂരിറ്റിയുടെ ഇടയിലേ ദേവി എങ്ങനെ ഞാൻ ദേവി കൊണ്ടുവന്ന ദേവി പറയണത്? ദേവി പറഞ്ഞു, എനിക്ക് തോന്നുന്നു ദേവി ഗുരുവായൂരുകാരിയാണോ? ദേവി പറഞ്ഞു, ഞാൻ ഒരു കത്ത് തരാം, അത് നേരെ കൃഷ്ണന് കൊടുത്താൽ മതി. ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ പ്രേമത്തിന്റെ കത്തെഴുതിയതും രുക്മിണി ദേവി ആയിരിക്കണം. ആ കത്ത് തന്നാൽ ആരെടുത്തിക്കണം? ബാക്കി ഭഗവാൻ നോക്കിക്കോളും. ബ്രാഹ്മണൻ അത് കേട്ടപ്പോൾ ആവേശമായി. ഓ ശരി തന്നാൽ ഞാൻ കൊണ്ടുപോകാന്ന്. അങ്ങനെ രുക്മിണി ദേവി കത്തെഴുതുന്നു. ബ്രാഹ്മണൻ അതൊക്കെ മടിയിൽ ചുരുട്ടിക്കൂട്ടി ആരും കാണാത്ത വിധത്തിൽ കൊടുപ്പിച്ച് അങ്ങനെ അവിടുന്ന് ബ്രാഹ്മണൻ പുറപ്പെട്ടു ദ്വാരകയിലേക്ക്. പോകുമ്പോൾ ഒറ്റ ചിന്തയുള്ളൂ, കൃഷ്ണൻ എങ്ങോട്ടും പോവരുതേ, കൃഷ്ണൻ അവിടുന്ന് പോവരുതേ എന്ന്. നല്ല കാലത്തിന് കൃഷ്ണൻ പോയിട്ടില്ല എന്ന് അവിടെയുണ്ട്. കൃഷ്ണൻ ബ്രാഹ്മണനെ കണ്ടതും ചാടിയനേറ്റു. ഭഗവാൻ കാലൊക്കെ കഴുകി പൂജിച്ച് ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ബ്രാഹ്മണ, അങ്ങയുടെ മുഖം കണ്ടാൽ ക്ഷീണവും ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞു, ഞാൻ വിദർഭേത് വരികയാണ്. ഓ, അപ്പോ എന്താ ഒരു വിഷമമുണ്ടല്ലോ, പറഞ്ഞോളൂ. പറഞ്ഞു, ഒരു പ്രേമത്തിന്റെ കാര്യമാണെന്ന്. ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, 90-ാമത്തെ വയസ്സിൽ ഭ്രാന്തുണ്ടോ അങ്ങേക്ക്?
ഈ 19 വയസ്സായിട്ടുള്ള കാരണം ഒരു പ്രേമവും കൊണ്ട് നടക്കുകയാണ്. അത് വട്ടെന്നല്ലാതെ എന്താ പറയാ, അയ്യോ കൃഷ്ണ, എൻ്റെ പ്രേമല്ല, എൻ്റെ പ്രേമത്തെക്കുറിച്ചല്ല, വിദർഭാധിപതിയായ രുക്മിണിക്ക് അങ്ങയോടുള്ള പ്രേമത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. ആ രുക്മിണി ഒരു കത്ത് തന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കണം, ആ കുട്ടിയെ അനുഗ്രഹിക്കണം, ആ കുട്ടിയെ സ്വീകരിക്കണം, അങ്ങയിൽ മനസ്സ് അർപ്പിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ മനസ്സിലായ ഒരു പ്രേമകത്താണെന്ന്. ഭഗവാൻ ബ്രാഹ്മണന്റെ കയ്യിൽ കത്ത് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ബ്രാഹ്മണൻ ഒന്ന് വായിച്ചോളൂ എന്ന്. അങ്ങനെ രുക്മിണി ദേവി എഴുതിയ കത്ത് ബ്രാഹ്മണൻ വായിക്കുകയാണ്. ഭാഗവതത്തിലെ സുന്ദരമായൊരു ഭാഗമാണ് രുക്മിണി ദേവി എഴുതിയ കത്ത്. രുക്മിണി ദേവി പറയുന്നു, ശ്രുത്വാ ഗുണൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യകർണ വിവരേ ഹരതുംഗതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്തലാഭം ത്വയ്യച്യുതാ വിശദി ചിത്തമവത്രപം മേ ശ്രുത്വാ ഗുണൻ ഹേ ഭുവനസുന്ദര, ഹേ ഭുവനസുന്ദര, അവിടുത്തെ ഗുണങ്ങൾ കേട്ട് കേട്ട് ഹരതുംഗതാപം, എൻ്റെ താപം മുഴുവൻ ഞാൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇപ്പോഴച്യുതാ, ഇപ്പോഴെൻ്റെ മനസ്സുണ്ടല്ലോ, അച്യുതാ വിശദീ ചിത്തം, എൻ്റെ ചിത്തം മുഴുവൻ അച്യുത അങ്ങയിൽ അർപ്പിച്ച് ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു, ലയിപ്പിച്ചു കഴിഞ്ഞു. ഈ മനസ്സിനെയാണ് എൻ്റെ സഹോദരനായ ദുഷ്ടൻ രുക്മി പിടിച്ചു പറിച്ച് ആർക്ക് കൊടുക്കുന്നത്? ശിശുപാലന്. അരുത് ഭഗവാനെ, കൊടുക്കരുത്. തന്മേ ഭവൻ കലുവൃത പരിരംഗജായാം ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിദേഹി മാ വീരഭാഗമമിവർച്ചതു ചൈദ്യ ആറൽ ഗോമായുവൻ മൃഗപദേ ബലിം അംബുജാക്ഷ. അങ്ങയ്ക്കായി അർപ്പിച്ചിരിക്കുന്ന ഈ ഹൃദയം ശിശുപാലൻ എന്ന കുറുക്കൻ തട്ടിക്കൊണ്ടുപോകരുത്. അതങ്ങ് തന്നെ സ്വീകരിക്കണം, അങ്ങ് കൊണ്ടുപോകണം ഭഗവാനെ. എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? അതിനൊരു വഴിയുണ്ട് ഭഗവാനെ. അത് രുക്മിണി ദേവി ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. മര്യാദയ്ക്ക് എന്തായാലും ഈ കല്യാണം നടക്കില്ല. കാരണം കല്യാണ പന്തലിൽ ആരാണ്? ശിശുപാലനൊക്കെ വന്നിരിക്കുന്ന സമയത്ത്, എടോ ശിശുപാല മാറി നിൽക്കുക, ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അടുപ്പിക്കുമോ? അങ്ങനെയൊക്കെ കല്യാണം നടക്കുമോ? ഷോർട്ട് കട്ടിലൂടെ പറ്റുള്ളൂ. അതായിരിക്കും ഇന്നിപ്പോൾ പലരും ഷോർട്ട് കട്ട് എടുക്കുന്നത്. എന്താ ഷോർട്ട് കട്ട്? കല്യാണം രാത്രിയിലാണ്. അപ്പൊ അവിടെ ആ രാത്രിയിൽ കല്യാണത്തിന് മുമ്പ് ഒരു ഘോഷയാത്ര കുലദേവി ക്ഷേത്രത്തിൽ പോയി വസ്ത്രമൊക്കെ പൂജിച്ച് വാങ്ങിച്ച് കൊണ്ടുവരും, താലിയൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട്. അതാണ് ഇപ്പൊ ഈ രുക്മിണി സ്വയംവരത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഘോഷയാത്രയൊക്കെ ചെയ്യുന്നത്. അന്ന് രാത്രികളിലാണല്ലോ കല്യാണം. അപ്പം വൈകുന്നേരം വരുമ്പോൾ രാജവീതിയിൽ ഘോഷയാത്ര കാണാൻ ആളുകളൊക്കെ വരും. അപ്പൊ അവിടെ ഒരു സ്പോട്ടിൽ അങ്ങ് നിന്നാൽ മതി. ഇലക്ട്രിക് പോസ്റ്റിന്റെ താഴെ, അന്ന് ഇലക്ട്രിക് പോസ്റ്റ് ഇല്ല, വേറെ ഏതെങ്കിലും പോസ്റ്റിന്റെ താഴെ അവിടെ എത്തുമ്പോൾ ഞാൻ മിസ് കോൾ അടിക്കും. പിന്നെ നമ്മൾ രണ്ടുപേരും ബൈ ബൈ ഒറ്റ പോക്ക് എന്ന് പറഞ്ഞിട്ട് പറയണു. നമ്മൾ രണ്ടുപേരും അവിടുന്ന് ഒരു മുങ്ങല്. കൃഷ്ണനാണ് ഈ തട്ടുക കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആവേശമായി. കാരണം കൃഷ്ണന്റെ ജീവിതം മുഴുവൻ അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, അന്തഃപുരാചരിമണിഹനിഹത്യബന്ധൂൻ ത്വാമുദ്ധഹേ കഥമിതി പ്രപദാമിഭായം പൂർവേതിരസ്തി മഹതീ കുലദേവി യാത്ര യസ്യാം ബഹിർനഭവതു ഗിരിജാമുപേയ. അങ്ങനെ ഗിരിജാദേവിയെ തൊഴുതു വരുന്ന വഴിയിൽ അങ്ങയ്ക്ക് എന്നെ കൊണ്ടുപോവാം കൃഷ്ണ, ഞാൻ അങ്ങയെ അവിടെ വെയിറ്റ് ചെയ്യും, എന്നെ കൊണ്ടുപോകണം എന്ന് സ്വന്തം രുക്മിണി കത്ത് കൊടുത്തു. ഈ കൃഷ്ണനുണ്ടല്ലോ, ഈ കത്തൊക്കെ വായിച്ചിട്ട് ബ്രാഹ്മണനോട് പറയാ, ഇപ്പം തന്നെ അങ്ങോട്ട് പോവല്ലേ എന്ന്. ഒരു ഒരുക്കമില്ലാതെ കൃഷ്ണൻ ഒരൊറ്റ പോക്കാണ് ഈ ബ്രാഹ്മണന്റെ കൂടെ. ബ്രാഹ്മണൻ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. കുറെ കഴിഞ്ഞ് ബലരാമസ്വാമി വന്ന് ചോദിക്കുക, കൃഷ്ണൻ എവിടെ പോയി, കൃഷ്ണൻ എവിടെ?
അപ്പോഴാണ് ഈ പാറാവുകാരിങ്ങനെ കത്ത് വായിച്ചതും ആവേശത്തിൽ കൃഷ്ണൻ പോയ കഥയും പറഞ്ഞപ്പോഴാണ്, അയ്യോ, വിദർഭാധിപതിയുടെ മകളുടെ കല്യാണം ശിശുപാലനോട് ഒത്ത് ജരാസന്ധൻ വരില്ലേ, ഇവര് വരില്ലേ, സൈന്യങ്ങൾ ഉണ്ടാവില്ലേ, കൃഷ്ണൻ എന്ത് കണ്ടിട്ടാ പോയത് എന്നൊക്കെ പറഞ്ഞ് ബലരാമസ്വാമി ചതുരംഗ സൈന്യത്തെയും കൊണ്ട് ബലരാമസ്വാമി പുറപ്പെട്ടു. കൃഷ്ണൻ പോയ വഴിക്കല്ല ബലരാമസ്വാമി പോയത്. അന്നുകൊണ്ട് പല പല വഴികൾ. കൃഷ്ണൻ വിദർഭയിലെത്തുമ്പോണ്ട് ബലരാമസ്വാമി എത്തിക്കഴിഞ്ഞിരിക്കണം. ഭഗവാൻ ഒരു നിമിഷം ഡൗട്ടായി, കത്തിന്റെ കോപ്പി ബലരാമസ്വാമിക്ക് കൊടുത്തുണ്ടോ എന്ന്. ഇനിയിപ്പോ ഇദ്ദേഹം എന്തിനാവും ഇവിടെ വന്നത്? കാര്യമില്ലല്ലോ, എന്നെയല്ലേ വിളിച്ചത്, ഇദ്ദേഹത്തിന്റെ ഒരു ആവശ്യം. അപ്പോഴാണ് സൈന്യത്തെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കൃഷ്ണൻ. ഇതൊക്കെ നോക്കുമ്പോൾ ബലരാമസ്വാമിക്ക് മനസ്സിലാവുണ്ട് കൃഷ്ണൻ എന്തോ വേണ്ടാത്തതെന്തോ ചിന്തിച്ചു എന്നുള്ളത്. കൃഷ്ണനോട് പറഞ്ഞു, എന്താ കൃഷ്ണ ബോധമില്ലാതെ ഒറ്റയ്ക്ക് പോന്നിരിക്കണത്? അവിടെ ജരാസന്ധം വരില്ലേ, വല്ല യുദ്ധങ്ങളും വന്നാൽ ആര് നേരിടും? അതുകൊണ്ട് ഞാൻ സൈന്യത്തെയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ബലരാമസ്വാമിയുടെ കാലൊക്കെ പോയി തൊട്ടു. അച്ഛനും അറിയില്ല, അമ്മയും അറിയില്ല, ബലരാമസ്വാമി അറിയില്ല. എന്നിട്ട് ഈ കൃഷ്ണന്റെ അടുത്ത് വന്നിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, കല്യാണമൊക്കെ മര്യാദയ്ക്ക് തരണേന്ന്. ഭഗവാൻ പറയും, ഞാൻ തന്നെ മര്യാദയ്ക്ക് കല്യാണം കഴിച്ചിട്ടില്ല. എൻ്റെ കല്യാണം എങ്ങനെയൊക്കെ ഷോർട്ട് കട്ടിൽ അടിച്ചു പോയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ അച്ഛനും അമ്മയും എന്തൊക്കെ പ്രാർത്ഥനയൊക്കെ നടത്തിയ കല്യാണം നടത്തുന്നത് അല്ലേ? കൃഷ്ണനെ ഇങ്ങനത്തെ ഒരു ഇടപാടാണ് നടത്തിയത്. വസുദേവര് അറിഞ്ഞിട്ടില്ല, ദേവകി ദേവി അറിഞ്ഞിട്ടില്ല കൃഷ്ണൻ കൊണ്ടുവരുന്നത്. ഏതായാലും ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ എത്തിയതും വിദർഭ രാജ്യത്തിലുള്ളവരൊക്കെ വന്നു. എല്ലാവരും പറയാം, എന്തൊരു ചേർച്ചയാണ്, നല്ല കോമ്പിനേഷനാണ് അത്രേ. രുക്മിണി ദേവി നല്ല വെളുപ്പും കൃഷ്ണൻ നല്ല കറുപ്പുമാണ്. നമ്മുടെ ഈ പുട്ടും കടലയൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു കോമ്പിനേഷനാണ്. കൃഷ്ണന്റെയും രുക്മിണി ദേവിയുടെ ഒക്കെ കളറിനെ കുറിച്ചൊക്കെ അവര് എന്തൊരു അനുഗ്രഹീതയാണ് രുക്മിണി ദേവിയോ. കൃഷ്ണനെ പോലെ ഒരു പരമാത്മാവിന് കിട്ടാനൊരു സുഹൃതം, ഭാഗ്യം, എന്ത് ഭാഗ്യം ചെയ്തിരിക്കുന്നു ഒക്കെ പറഞ്ഞ പുകഴ്ത്തുമ്പോൾ, ഇപ്പുറത്താണെങ്കിൽ ശിശുപാലൻ വരുന്നുണ്ട്. ഈ ശിശുപാലന്റെ വരവ് നല്ലൊരു വരവാണ്. ഈ ജരാസന്ധന്റെ കൈയൊക്കെ പിടിച്ചിട്ടാ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമുണ്ടാവില്ലല്ലോ. അല്ല, ജരാസന്ധനോട് ചോദിക്കും, കൃഷ്ണൻ വരുമോ, വലിയ കുഴപ്പമുണ്ടാക്കുമോ? അല്ല, ഇനിയിപ്പോൾ രുക്മിണി ദേവി എൻ്റെ കൂടെ വരുമോ? കാരണം അന്നത്തെ കാലത്ത് കല്യാണം ആരുടെ കൂടെ തീരുമാനിച്ചാലും സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യമുള്ളൊരു കാലമായിരുന്നു. അതാണ് സ്വയംവരം എന്നൊക്കെ പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ളവരുടെ കഴുത്തിൽ മാലയാർത്താനുള്ളൊരു സ്വാതന്ത്ര്യം അന്നുണ്ടായിരുന്നു അല്ലേ? പഴയകാലം അങ്ങനെയല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ശിശുപാലന് നല്ല പേടിയുണ്ട്. കൃഷ്ണൻ എങ്ങാനും വന്നുപെട്ടാൽ രുക്മിണി ദേവി പോയി മാല കൃഷ്ണന്റെ ഇടയ്ക്കിടയ്ക്ക്, കൃഷ്ണൻ വരുമോ, കുഴപ്പമുണ്ടാക്കുമോ, കൃഷ്ണൻ വരുമോ, നീ മിണ്ടാതിരിക്കടാ ഞാനുണ്ടല്ലോ, മിണ്ടാതിരിക്കടാ ഞാനുണ്ടല്ലോ. ജരാസന്ധൻ അങ്ങനെ കലി വരാൻ തുടങ്ങി, മിണ്ടാതിരിക്കുന്നു. അങ്ങനെ ശിശുപാലനും അവിടെ വന്നു. രുക്മിണി ദേവിയെ അന്നത്തെ കാലത്ത് മേക്കപ്പുകാര്, ബ്യൂട്ടീഷ്യന്മാര് ഒരുക്കുകയാണ്. കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളാണ്. അപ്പം അങ്ങനെ ദേവിയെ ഒരുക്കുമ്പോൾ ദേവി ഇങ്ങനെ ഇടയ്ക്ക് കരയും, കണ്ണുനീരൊക്കെ വന്ന് ഈ പെയിന്റിങ്ങൊക്കെ പോവും, ഇടയ്ക്കിടയ്ക്ക് ഇളകും. അപ്പൊ അവര് പറയും, ദേവി എത്ര പ്രാവശ്യം പൊട്ടിയിട്ട് ഉറപ്പിക്കണം, ഞങ്ങള് ഇതൊക്കെ ഒന്ന് ഉറപ്പിച്ച് ദേവി ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയാക്കണ്ടേ. ദേവി ഇങ്ങനെ കരയരുത്, അച്ഛനെയും അമ്മയും വിട്ടുപോകാനുള്ള വിഷമാണെന്നാണ് ഇവരുടെ വിചാരം. അപ്പൊ ദേവി പറഞ്ഞു, എനിക്ക് അച്ഛനെയും അമ്മയൊന്നും വിട്ടുപോകാനുള്ള വിഷമമൊന്നല്ല. പിന്നെയോ ദേവി മനസ്സിലൊരു മന്ത്രം ചൊല്ലുകയാണ് അത്രേ. എന്താണ്? ശിശുപാല പോ പോ, ഗോപാല വാ വാ. ആര് പോണം? ആര് പോണം? ശിശുപാലൻ പോണം. ഈ കർക്കിടകത്തിന് ചെയ്യല്ലോ, ചേട്ടാ പോ പോ. ഇന്നിപ്പോ അതിനെയാ ഭാര്യയും മക്കളൊക്കെ പറയാം, ചേട്ടാ പോ പോന്ന്. അപ്പം ചേട്ടാ ഭഗവതി പോണം, ശ്രീ ഭഗവതി വരണം. ഇതുപോലെ ശിശുപാല പോ പോ. ഇത് പോവില്ലേ? ശിശുപാലനെന്ന മാരണം പോവില്ലേ? കൃഷ്ണൻ വരുമോ? ഒരു പിടിയില്ല. അപ്പോഴാണ് ദേവിയുടെ ഇടത് കണ്ണൊന്ന് തുടിക്കുന്നതും. ആ സമയത്ത് ദേവി ഒന്ന് നോക്കുമ്പോണ്ട് ബ്രാഹ്മണൻ പുഞ്ചിരിച്ചു കടന്നു വരുന്നു. ഒരാൾ പുഞ്ചിരിച്ചു കടന്നു വരുമ്പോൾ എന്താ കാര്യം? പോയ കാര്യം നടന്നില്ല എന്നാണോ? നടന്നു. ഓപ്പറേഷൻ സക്സസ്, കാര്യം നടന്നു. ദേവി അതാ ഓടിച്ചെല്ലുന്നു ബ്രാഹ്മണന്റെ അടുത്ത്. ബ്രാഹ്മണൻ പറഞ്ഞു, സത്യം ച ഉക്തവചനം ആത്മോപനയനം പ്രതി. കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോവാൻ ഇവിടെ വന്നെത്തിക്കഴിഞ്ഞു. ദേവിക്ക് രോമാഞ്ചം. ദേവി അങ്ങോട്ട് നമസ്കരിച്ചു അങ്ങോട്ട്. കാരണം കത്ത് ഏറ്റു, കൃഷ്ണൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ആ മിസ് കോളും കൂടി കറക്റ്റായിട്ട് വരണം. ബാക്കിയെല്ലാം ഉറപ്പായി.
ഇവിടെ വന്ന് മേക്കപ്പുകാരോട് ഉള്ളതൊക്കെ എടുത്ത് പൂശിക്കോളൂ. ഇപ്പോ ശിശുപാലൻ ഔട്ട്, ഗോപാലൻ ഉണ്ട് ഇവിടെ. ആ ഒരു ധൈര്യം ദേവിക്ക് കിട്ടി. അങ്ങനെ അവര് ഘോഷയാത്രയായിട്ട് ആ ദേവീ ക്ഷേത്രത്തിലെത്തി. അവിടെ എത്തിയതും പൂജിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ദേവി, പാർവതീ ദേവിയുടെ മുന്നിൽ ദേവി നമസ്കരിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമസ്തേ ത്വാംബികേ ഭീഷ്ണം സ്വസന്താനയുതം ശിവം ഭൂയാൽപതിർമേ ഭഗവൻ കൃഷ്ണസ്തദനുമോദതം. ദേവി എന്നും ഭഗവാന്റേതായി തീരാൻ അനുഗ്രഹിക്കണം, കൃഷ്ണനിലേക്ക് എത്താൻ അനുഗ്രഹിക്കണം, കൃഷ്ണൻ എന്നും സ്വീകരിക്കാനായി എന്നെ കാത്തിരിക്കണം, എനിക്ക് വേണ്ടി ഉണ്ടാവണം, കൃഷ്ണനിലേക്ക് എത്തണം, വേറൊന്നും അനുഗ്രഹം വേണ്ട എന്നിങ്ങനെ മനസ്സുകൊണ്ട് ഒരുക്കി പ്രാർത്ഥിച്ച് അവർ പുറപ്പെട്ടു. അങ്ങനെ രാജവീതിയിൽ രാജാക്കന്മാരൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ശിശുപാലൻ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണെന്നുള്ള അഹങ്കാരത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. പറഞ്ഞ സ്ഥലത്ത് ഇലക്ട്രിക് പോസ്റ്റൊന്നും എഴുതി വയ്ക്കരുതേ, അന്ന് ഇലക്ട്രിക് പോസ്റ്റ് ഇല്ലാത്ത കാലമാണ്. ഞാൻ പറഞ്ഞില്ല, ഇലക്ട്രിക് പോസ്റ്റിന്റെ താഴെ ഒരു സ്ഥലത്ത്, ഒരു സ്പോട്ടിൽ ആര് നിൽക്കുന്നുണ്ട്? കൃഷ്ണൻ നിൽക്കുന്നുണ്ട്. ആ സ്പോട്ടിലെത്തിയപ്പം ദേവിക്ക് മനസ്സിലായി കൃഷ്ണൻ അവിടെ ഉണ്ട്. ചിലർക്ക് മണത്തറിയാൻ പറ്റും. എങ്ങനെ ദേവി മനസ്സിലാക്കിയറിയില്ല. കൂടെയുള്ള തോഴിയോട് പറഞ്ഞു, കണ്ണിലൊരു കരട് പോയി ദേവി എന്ന്, ഒന്ന് ഊതൂന്ന്. കൂടെയുള്ള തോഴി വിചാരിച്ച സത്യമാണെന്ന്. കണ്ണിൽ കരടൊന്നുമില്ല, അങ്ങോട്ട് നോക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ആ കണ്ണിലേക്ക് ഊതാൻ വേണ്ടി ദേവി ഒന്ന് തിരിയുന്ന തിരിയല് ആ രംഗം വീക്ഷിക്കുന്നു. ദൂരെ കൃഷ്ണനെ കാണുന്നു. മിസ് കോൾ കൊടുത്തു. കൃഷ്ണൻ അവിടെ നിന്ന് ഹേ സുന്ദരി, ഭുവന സുന്ദരി എന്നൊക്കെ പറഞ്ഞ ഒരൊറ്റ ചാട്ടമാണ് ഈ സഭാമധ്യത്തിലേക്ക്. ദേവി ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് അലങ്കരിച്ച്, അതാ ഫുൾ സെക്യൂരിറ്റിയിലാണ് കൊണ്ടുവരുന്നത്. അവിടേക്ക് കടന്നു വന്ന കൃഷ്ണൻ പൊക്കിയെടുത്ത് നേരെ രഥത്തിലേക്ക് ഒരു ഓട്ടം. രഥത്തിൽ ദേവി ഇരുത്തുന്നു, കടിഞ്ഞാൻ പിടിക്കുന്നു. ദിം. അപ്പോഴേക്ക് അപ്പുറത്തുനിന്ന് ആയ്യോ ഒരു വിളി. ഇതാരാ പറഞ്ഞത് ഞാൻ പറയണ്ടല്ലോ, ആരാ പറഞ്ഞിട്ടുണ്ടാവുക പറയണ്ടല്ലോ. ആ സമയത്ത് ജരാസന്ധൻ യുദ്ധത്തിന് പുറപ്പെട്ടു. ആ രുക്മിണി നാണം കിട്ടുപോയി. സഹോദരൻ രുക്മിണിയും കൊണ്ടല്ലാതെ ഈ കൊട്ടാരത്തിലേക്ക് ഞാൻ കാലുവെക്കില്ല എന്നൊക്കെ വലിയ വീറും വാശിയിലൊക്കെ പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ഒരു വശത്ത് ജരാസന്ധൻ ബലരാമസ്വാമി ഏറ്റുമുട്ടി. ബലരാമസ്വാമി കുറഞ്ഞ നിമിഷം കൊണ്ട് ജരാസന്ധനെ തോൽപ്പിച്ചു. ഈ ജരാസന്ധൻ എന്ത് ചെയ്തു? എവിടുന്ന് തുണിയൊക്കെ കൊണ്ടുവന്ന് ശിശുപാലന്റെ തലയിലിട്ടു. ശിശു അതെന്തിനാണ്? ആരും കാണാതെ പോണെന്ന്. കാരണം നാട്ടുകാരോടൊക്കെ വീമ്പിളക്കി വന്നിരിക്കുകയാണ്. ഇപ്പൊ കെട്ടിക്കൊണ്ടുവരുന്ന, ഇപ്പൊ കെട്ടിയെടുത്തു കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. കെട്ടാൻ വന്നവനെ കെട്ടിയെടുക്കേണ്ട അവസ്ഥ വന്നു. നോക്കൂ, ശിശുപാലനാണെങ്കിൽ കലി കയറി. വേറെ വശത്താണെങ്കിൽ രുക്മി എന്ന് പറയുന്ന സഹോദരനും കൃഷ്ണനും തമ്മിൽ യുദ്ധം. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ കടിഞ്ഞാണ് കൊണ്ട് രുക്മിയെ എങ്ങനെയൊക്കെ കെട്ടിയിട്ട് വാളുറയിൽ നിന്ന് വലിച്ചൂരി. കൃഷ്ണന്റെ കയ്യിൽ ഓടക്കോളിൽ മാത്രമല്ല വാളുമുണ്ട്. വാളെടുത്ത് ആ രുക്മിയുടെ നേരെ നീട്ടുമ്പോൾ ദേവി രഥത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കൃഷ്ണന്റെ മുന്നിലുണ്ട് നിൽക്കുന്നു. എന്നിട്ട് പറഞ്ഞു, യോഗേശ്വര അപ്രമേയാത്മൻ ദേവദേവതകൽപദേ ഹന്തും നാകസി കല്യാണ ഭ്രാതരം മേ മഹാഭുജ. കൃഷ്ണ, അത് തന്നെ കൃഷ്ണ, എൻ്റെ സഹോദരൻ ഒരു പൊട്ടനാണ്, ഒരു വിവരദോഷിയാണ്. അവനെ ഒരിക്കലും കൊല്ലണ്ട കൃഷ്ണ, വിട്ടേക്ക് വന്നു. ഭഗവാൻ രുക്മിണീ ദേവി പറഞ്ഞത് അക്ഷരം പ്രതി ഇങ്ങോട്ട് അനുസരിച്ചു. കൊല്ലരുതെന്ന് പറഞ്ഞില്ലേ? ഭഗവാൻ തിരി മുടിയൊക്കെ മുറിച്ചെടുത്ത് ദേവി ശരി. കാരണം കൃഷ്ണന് മനസ്സിലായി, കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ പറഞ്ഞത് അനുസരിച്ചില്ലേ പിന്നെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു നല്ല ജീവിതത്തിൽ ആദ്യം വേണ്ടത് ഭാര്യ പറയുന്നത് അനുസരിക്കുന്നത്. ഈ കുട്ടികളൊക്കെ ചിരിക്കണോ, നടന്നു തന്നെയാണ്. കാരണം അവര് വീട്ടിൽ കാണുന്നുണ്ട് എന്താവുന്നുള്ളത്. അപ്പോ അങ്ങനെ ആ രുക്മിണി ദേവി പറഞ്ഞത് കൃഷ്ണൻ അനുസരിച്ചു. പിന്നെ അങ്ങനെ അവർ ദ്വാരകയിൽ പോയി. എല്ലാവരുടെയും സമക്ഷത്തില്, സാന്നിധ്യത്തില് മഹാത്മാക്കളും നാട്ടുകാരും വീട്ടുകാരും
ബന്ധുക്കളും മിത്രങ്ങളും അടുത്തുള്ള രാജവംശക്കാരൊക്കെ വന്ന് ഒരു നല്ല മുഹൂർത്തത്തിൽ കൃഷ്ണൻ രുക്മിണി ദേവിയെ വരിക്കുന്നതാണ് രുക്മിണി സ്വയംവരം. ഈ കഥ നമ്മൾ പറയുമ്പോൾ, ഇതിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ തത്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിപ്പിക്കുകയാണ്, കഥയിലേക്ക് ഈ പൂർണ്ണമാക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആത്മീയ ബോധമുണ്ടാവണം. ഇവിടെ വിദർഭാധിപതി എന്ന് പറയുന്ന രാജാവ് നമ്മുടെ തന്നെ ദേഹം എന്ന അർത്ഥത്തോണം. 5 ആൺമക്കൾ 5 ഇന്ദ്രിയങ്ങളാണെന്ന് ഓർക്കണം. ഒരേ ഒരു മകൾ രുക്മിണി നമ്മുടെ മനസ്സാണെന്ന് മറക്കരുത്. കൃഷ്ണനെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്ന ബ്രാഹ്മണൻ ഗുരുവാണെന്ന് മറക്കരുത്. കൃഷ്ണൻ എല്ലാവരുടെയും ഉള്ളിലുള്ള പരമാത്മാവ് തന്നെയാണെന്ന് മറക്കരുത്. അപ്പൊ ജീവാത്മാവായ രുക്മിണിയും പരമാത്മാവായ കൃഷ്ണനും. പക്ഷെ അതിന് തടസ്സം ശിശുപാലൻ. ശിശുപാലൻ മറ്റാരുമല്ല, വാസനകളാണ്. ഇന്ദ്രിയങ്ങൾ എപ്പോഴും വാസനകളിലേക്ക് കൊണ്ടുപോകും. അതാണ് ഈ രുക്മിണിയെ ശിശുപാലനിലേക്ക്, ശിശുപാലൻ എന്ന് പറഞ്ഞാൽ ശിശുക്കളെ പോലെ പാലനം ചെയ്യുന്നത്, എന്ന് വെച്ചാൽ ദുർബലൻ എന്നർത്ഥം. നമ്മളെ ദുർബലതയിൽ നിലനിർത്തുന്ന വാസനകളെയാണ് ശിശുപാലൻ എന്ന് പറയുക. ആ ശിശുപാലന്റെ പിടിയിൽപ്പെടാതെ ഗുരുത്വം കൊണ്ട്, ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് രുക്മിണി ദേവി തന്നെ കൃഷ്ണനിലേക്ക് സമർപ്പിക്കുകയാണ്. കൃഷ്ണനിലേക്ക് രുക്മിണി ദേവി സമർപ്പിതയായപ്പോൾ കൃഷ്ണൻ രുക്മിണി ദേവിയെ തന്നിലേക്ക് സ്വീകരിച്ചു. മനസ്സ് സമർപ്പിക്കുമ്പോൾ കൃഷ്ണൻ സ്വീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അർത്ഥം, ജീവാത്മഭാവം സമർപ്പിതമായാൽ നാരായണായേതി സമർപ്പയാമി, സമർപ്പിക്കുമ്പോൾ ഭഗവാൻ ആ ജീവാത്മാവിനെ തന്നിലേക്ക് ചേർത്ത് അനുഗ്രഹിക്കുന്ന, ഇവിടെ ജീവാത്മാവും പരമാത്മാവും ഒന്നായിത്തീരുന്ന ഒരു സൂക്ഷ്മതത്വത്തിൻ്റെ കഥ കൂടിയാണ്, തത്വം കൂടിയാണ് രുക്മിണി സ്വയംവരം.